മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ ഹെന്നയേക്കാൾ മികച്ച ഒന്നില്ല. ഗുണദോഷ സമ്മിശ്രമാണ് ഹെന്ന. മുടിയിൽ ഹെന്ന ചെയ്യുന്നത് നല്ലതാണോ ദോഷമാണോ? മുട്ടോളം എത്തുന്ന മുടിയാണ് പെൺകുട്ടികളുടെ സൗന്ദര്യമെന്ന് പഴമക്കാർ പറയും. ഇന്നത്തെ തലമുറയാകട്ടെ ബോയ് കട്ട് ചെയ്ത് എത്രത്തോളം ഫാഷനബിൾ ആകാമോ അത്രയുമാക്കി നടക്കാനാണ് താല്പര്യപ്പെടുന്നത്. നീളം കുറഞ്ഞാലും മുടിക്ക് കരുത്തും ആരോഗ്യവും ഉണ്ടാകണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇതിനൊരു ഉത്തമ ഉപാധിയാണ് ഹെന്ന എന്ന കണ്ടീഷണർ. ഗുണദോഷ സമ്മിശ്രമാണ് ഹെന്ന. നമ്മുടെ മുടി സംരക്ഷണത്തിന് നാം ഉപയോഗിക്കുന്ന ഹെന്നയുടെ ഗുണവും ദോഷവും എന്തൊക്കെയാണെന്ന് എത്നിക് ബ്യൂട്ടി കോഡ് വിശദീകരിക്കുന്നു. ആദ്യമായി ഹെന്ന ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം. ഇതൊരു ഹെർബൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഹെന്ന ചെയ്യുന്നതിലൂടെ തലയോട്ടിക്കും മുടിക്കും ആരോഗ്യം നിലനിർത്തുകയും തണുപ്പ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മുടിക്ക് മുകളിലുള്ള അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷനാണ് ഹെന്ന. മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ ഹെന്നയേക്കാൾ മികച്ച ഒന്നില്ല. ഹെന്ന വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് മുടി വളർച്ചയെ സഹായിക്കും. മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഹെന്ന നല്ലതാണ്. ഹെന്നയുടെ ഉപയോഗം ഹെയർ ഫോളിക്കുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ തടയുന്നു. തലയിൽ താരനുള്ളവർ ഹെന്നയിടുന്നത് താരൻ ശല്യം കുറയ്ക്കാൻ സഹായിക്കും. തലയിൽ ചൊറിച്ചിൽ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ തലയിൽ ഹെന്നയിട്ട് കഴുകുക. ഇത് തലയ്ക്ക് കുളിർമ കിട്ടുമെന്ന് മാത്രമല്ല, ഹെന്നയിൽ പ്രകൃതിയാലുള്ള ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബിയൽ ഘടകങ്ങൾ തല തണുക്കാൻ സഹായിക്കും. അതുവഴി തല ചൊറിച്ചിൽ കുറയുകയും ചെയ്യും. മുടിയുടെ കനം വർദ്ധിപ്പിക്കാനും കരുത്തുള്ളതാക്കാനും ഉത്തമമാണ് ഹെന്ന ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ ലഭ്യമായ ഹെന്നകളിൽ മിക്കവയിലും കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഹെന്നയാണ് കൂടുതൽ ഉത്തമം. ഇനി ഹെന്ന ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ നോക്കാം. ഹെന്ന ചെയ്യുന്നത് തലയ്ക്ക് നല്ല കുളിർമയും തണുപ്പും ലഭിക്കുന്നു. എന്നാൽ തണുപ്പ് കൂടുമ്പോൾ ചിലരിൽ ചിലതരം തടുപ്പ് വരാൻ സാധ്യതയുണ്ട്. കെമിക്കലുകൾ അടങ്ങിയ ഹെന്നയാണെങ്കിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തുമ്മൽ പോലുള്ള അലർജിയുള്ളവർ ഹെന്ന ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. വളരെയധികം വരണ്ട് കാണാൻ സൗന്ദര്യമില്ലാത്ത മുടിക്ക് പെട്ടെന്ന് ഫ്രഷ് ലുക്ക് കിട്ടാൻ ഹെന്ന ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. പക്ഷേ ഹെന്ന സ്ഥിരമായി ഉപയോഗിച്ചാൽ മുടിയുടെ സ്വാഭാവികത നഷ്ടമായി മുടി കമ്പി പോലെയായി പൊട്ടിപ്പോകാൻ ഇടയാക്കിയേക്കാം. ഹെന്ന ഇട്ട് ശീലിച്ചവർ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ പൂർണ്ണഫലം കിട്ടാറില്ല. 45 ദിവസത്തെ ഇടവേള നൽകിയേ മുടിയിൽ ഹെന്ന ചെയ്യാവൂ. മുടിയിൽ ഹെന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഈ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കൂ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ബ്യൂട്ടി കോഡ്.